മലയാള സിനിമാ ലോകത്ത് നിന്ന് നമ്മെ ചിരിപ്പിച്ച, നമ്മെ വല്ലാതെ സ്വാധീനിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങളും നർമ്മങ്ങളുമെല്ലാം നമുക്ക് തന്ന ഷാഫി എന്ന സംവിധായകൻ വിട പറഞ്ഞിട്ട് ദിവസങ്ങൾ കഴിയുകയാണ്. പക്ഷെ ചില മരണങ്ങൾ നമ്മെ വല്ലാതെ അസ്വസ്ഥരാക്കും. നമ്മോടൊപ്പം ആ ഓർമ്മകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ പ്രശസ്തരായ പലരും മരണപ്പെട്ടപ്പോഴൊക്കെ നമ്മുടെ മനസ്സും ആ മരണത്തിനൊപ്പം തേങ്ങിയതും വല്ലാതെ നാളുകളെടുത്ത് അത് നമ്മളിൽ നിന്ന് ആ ഓർമ്മകളും അല്ലെങ്കിൽ ആ ഒരു വിഷമങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഉദാഹരണത്തിന് മാത്രം എടുത്ത് പറയാൻ നമുക്ക് കലാഭവൻ മണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, മണിയെക്കുറിച്ച് ഓർക്കാതെ ചാലക്കുടിയിലൂടെ നമുക്കിപ്പോഴും സഞ്ചരിക്കാനാവില്ല. മണിയുടെ പാടിയും മണിയുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും മണിയുടെ പാട്ടുകളും ചാലക്കുടി പുഴകളും, എത്ര നാൾ ചാലക്കുടി എന്ന പേര് കേൾക്കുമ്പോഴൊക്കെ മലയാളിയുടെ മനസ്സിൽ മണി ഓർമ്മയായി വരാറുണ്ട്. മാത്രമല്ല, മരിച്ചു എന്ന് വിശ്വസിക്കാൻ സത്യത്തിൽ സാധിക്കാത്തൊരു മരണവുമാണ് കലാഭവൻ മണിയുടെ. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഷാഫിയുടെ മരണവും നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഒരുപാട് പേർ അങ്ങനെയുണ്ട്. പേരെടുത്ത് പറയുന്നത് കൊണ്ട് അവർ മാത്രമാണ് അത്തരത്തിൽ നമ്മെ സ്വാധീനിക്കുന്നത് എന്ന് നിങ്ങൾ കരുതരുത്. നമ്മെ സ്വാധീനിക്കുന്ന വല്ലാത്ത മരണങ്ങളിലൊരു മരണമായി മാറുന്നു ഷാഫിയുടേതും എന്നുള്ളതാണ്. ഷാഫി നമ്മെ വല്ലാതെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് നമ്മുടെ യൗവനവും നമ്മുടെ കാലഘട്ടവും എടുത്തു പറയേണ്ട കാര്യം, ഷാഫി എന്ന സംവിധായകൻ വെച്ച കുറേ കഥാപാത്രങ്ങളുണ്ട്. സലീം കുമാറും ഇന്നസെൻറ്റും ഒക്കെ കൊച്ചിൻ ഹനീഫയും ഒക്കെ മലയാള സിനിമയിൽ അഭ്രപാളികളിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്ത് അഭിനയിച്ച് തീർത്തപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരോടും നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ യാത്രകളിലുമൊക്കെ ആ പല ഡയലോഗുകളും ഹിറ്റ് ഡയലോഗുകളുമെല്ലാം നമ്മോടൊപ്പം സഞ്ചരിക്കുകയാണ്. അത്തരത്തിൽ ഷാഫി നമ്മുടെ ദൈനംദിന ജീവിതത്തെ എല്ലാം വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ഷാഫിയുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഷാഫിയുടെ ഒരു ചരിത്രവും ഒക്കെ ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞു. പക്ഷേ വോക്സ് ടീം എന്തുകൊണ്ട് ഷാഫിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, നമ്മെ വല്ലാതെ അലട്ടുന്നു. ദിവസങ്ങൾ കഴിയും തോറും ഷാഫി ഇങ്ങനെ ഓർമ്മയായി മനസ്സിൽ കലൂര് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോഴും വല്ലാതെ നമ്മെ ഇങ്ങനെ സ്വാധീനിക്കുകയാണ് ഷാഫിയുടെ മരണങ്ങളും അന്ത്യയാത്രകളുമെല്ലാം. ഷാഫിയുടെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ റാഫി മക്കാട്ടിൻ ഒരു ദിവസം പറയുകയാണ്, അവർ ഹിറ്റ് സിനിമകളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് റാഫിയും മക്കാട്ടിനും കൂടി ഷാഫിയെ കണ്ടിട്ട് പറയുന്നത്, ഇനി ഞങ്ങൾ ഒരു സിനിമയുടെ തിരക്കിലേക്ക് കിടക്കുകയാണ്, അത് നിനക്ക് വേണ്ടിയുള്ളതാണെടാ എന്ന്. അങ്ങനെ ഷാഫി സംവിധായകനാവുകയാണ്. ഷാഫി സംവിധായകനാവുമ്പോൾ മലയാള സിനിമയിലെ വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് വൺ മാൻ ഷോ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായ ഗാനങ്ങളും അന്ന് വളരെ ഹിറ്റായി നിന്ന കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയും എല്ലാം സമകാലികമായ പല കാര്യങ്ങളും വെച്ച് ലാലും ഒക്കെ ജയറാമും കലാഭവൻ മണിയും, നമ്മൾ പറഞ്ഞു നിർത്തിയ മണിയൊക്കെ വലിയ രീതിയിലുള്ള റോളുകളൊക്കെ ചെയ്തൊരു പടമാണ് വൺ മാൻ ഷോ. ഒരു സംവിധായകനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ ചിത്രം ഒരു പക്ഷേ ലക്കിൻ്റെ പുറത്ത് ഒക്കെ വരാം അല്ലേ, നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു പടം വിജയിക്കുകയും മറ്റു പടങ്ങളെല്ലാം അത്രമേൽ കമ്പയർ ചെയ്യപ്പെടുമ്പോൾ ഗുണനിലവാരം പുലർത്തുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നതായി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഷാഫിയുടെ കാര്യം നോക്കൂ, മലയാള സിനിമയിൽ അതിനു മുൻപും പിൻപും എന്ന് പറഞ്ഞ് വേർതിരിക്കാവുന്ന രീതിയിൽ ഒരു ചിരിയുടെ സ്ഫോടനം തീർത്താണ് രാമൻകുട്ടിയും കൂട്ടരും കല്യാണരാമൻ എന്ന പേരിൽ പിന്നീട് വന്നിറങ്ങിയത്. ഷാഫി എന്ന് പറയുന്ന സംവിധായകൻ്റെ അത്രമേൽ വലിയൊരു സംഭവമായിരുന്നു അത്. പിന്നെ ഷാഫി തന്നെ ഓർത്തെടുക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ, പിന്നീട് വന്ന തൊമ്മനും മക്കളും മമ്മൂട്ടിക്ക് മറ്റൊരു ഒരു മുഖം കൊടുത്ത ചിത്രമാണ് തൊമ്മനും മക്കളും. വളരെ കാലത്തിന് ശേഷം മമ്മൂട്ടി വളരെ സീരിയസ് ആയിട്ട് കോമഡി പറഞ്ഞ് ഫലിപ്പിക്കുന്നതായും ഷാഫിയുടെ സംവിധാന മികവിൽ നമ്മൾ കണ്ടു. സലീം കുമാറിൻ്റെ പല ഡയലോഗുകളും, സലീം കുമാറിൻ്റെ ഹിസ്റ്ററിയും ജീവചരിത്രമൊക്കെ മമ്മൂട്ടിയോടും ലാലിനോടുമൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്നതൊക്കെ ശരിക്കും സിനിമ കൊട്ടകകൾ കൂടെ ചിരിച്ചതായിട്ട് നമുക്കിപ്പോഴും ഓർമ്മയിലുള്ളതാണ്. തൊമ്മനും മക്കളും റിലീസായി സക്സസ്സായി കേരളത്തിൻ്റെ മുഖ്യ തിയേറ്ററുകളിലെല്ലാം ഓടുമ്പോൾ ഷാഫിയും ഭാര്യയും വീടിനകത്ത് വളരെയധികം വിഷമത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ഷാഫി പല ആവർത്തി ഇൻ്റർവ്യൂകളിലെല്ലാം ചോദിച്ചിട്ടും എന്താണ് ആ വിഷമം എന്ന് പറയുന്നില്ല. എന്തിനാണ് ഇനിയും മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കുന്നത്, അതുകൊണ്ട് അതെല്ലാം എൻ്റെ വിഷമമായി ഇരിക്കട്ടെ എന്നാണ് പറയുന്നത്. നോക്കൂ, ഒരു സംവിധായകൻ ഏറ്റവും സക്സസ്സായി കേരളത്തെ കൊടുകൂടെ ചിരിപ്പിക്കുന്ന ഒരു ഹിറ്റ് ചിത്രം ഇറങ്ങി അതിൻ്റെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം വീട്ടിൽ
വലിയ രീതിയിലുള്ള വിഷമത്തിൽ കഴിഞ്ഞുകൂടുകയാണെന്നുള്ളതാണ്. അത്രമാത്രം പ്രൊഫഷണലാണ് ഷാഫി എന്ന സംവിധായകൻ എന്ന് നമ്മൾ മനസ്സിലാക്കാതെ വയ്യ. പേഴ്സണലായ വ്യക്തിപരമായ ഒരു കാര്യവും സ്വാധീനിക്കാതെ വളരെ ശക്തമായി തൻ്റെ മികവ് പുലർത്തിയ മികവുള്ള സിനിമകൾ നമുക്ക് നൽകി എന്നുള്ളതാണ്. അതിനുശേഷം ഫോൺ കോളുകളൊന്നും ആ ദുർഘട സമയത്ത് അദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിക്രം എന്ന് പറയുന്ന ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് വിളിക്കുന്നു പറയുന്നത്. സംവിധായകൻ വിക്രമായിരിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത്. സിനിമയുടെ പകർപ്പവകാശത്തിന് വേണ്ടിയിട്ടായിരിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത്, തൊമ്മനും മക്കളിൻ്റെ. പക്ഷേ അത് സത്യത്തിൽ വിളിച്ചത് ചിയാൻ വിക്രമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ചിയാൻ വിക്രം വിളിച്ച് അസിനും അതേപോലെ തന്നെ വിക്രമും ഒന്നിക്കുന്ന മജ എന്ന് പറയുന്ന ഒരു വൻ ചിത്രം തമിഴ്നാട്ടിൽ ഷാഫിയുടെ പേരിൽ വരികയും ചെയ്തു. ഷാഫി തമിഴ്നാട്ടിലും ലേബൽ ഉണ്ടാക്കുകയും ചെയ്തു. ഷാഫി, നിങ്ങളുടെ നല്ല ഓർമ്മയ്ക്ക് മുമ്പിൽ വോക്സ് ടീം ശിരസ് നമിക്കുകയാണ്. ഞങ്ങളുടെ യുവത്വത്തെ, ഞങ്ങളുടെ ജീവിതത്തെ ഇത്രമേൽ സ്വാധീനിച്ചതിനും ചിരിപ്പിച്ചതിനും നന്ദി. നമസ്കാരം.